ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു മസാല ചായയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ കുടിക്കുന്ന ചായക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റുള്ളൊരു ചായയാണിത്. ഒരു പ്രാവശ്യം ഈ ചായ കുടിക്കുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ കുടിക്കാൻ തോന്നുന്ന നല്ല ഒരു ടേസ്റ്റുള്ള ചായയാണ് മസാല ചായ. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ചായ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർക്കാം. ആദ്യം 3 ഏലക്ക അതിൻ്റെ തൊലി ചെറുതായിട്ടൊന്ന് മാറ്റിയ ശേഷം ഇട്ട് കൊടുക്കാം. പിന്നെ 3 ഗ്രാമ്പു ചേർക്കാം. ഇതെല്ലാം ചേർക്കുമ്പോൾ ചതയ്ക്കൊന്നും വേണ്ട, ഇതുപോലെ അങ്ങ് മുഴുവനായിട്ട് ചേർത്താൽ മതി. ചതയ്ക്കുവാണെങ്കിൽ ഇതിൻ്റെ ഫ്ലേവർ അങ്ങ് കൂടിപ്പോകും. പിന്നെ ഒരു ചെറിയ പീസ് കറുകപ്പട്ട ഒന്ന് പീസാക്കിയ ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പീസ് ഇഞ്ചി അതിൻ്റെ തൊലി മാറ്റി നന്നായിട്ട് കഴുകിയ ശേഷം ഒന്ന് ചതച്ചെടുത്തതാണിത്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഇതിപ്പോൾ വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തേയില ചേർക്കാം. 2 ടീസ്പൂൺ തേയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേയില ചേർക്കുമ്പോൾ ഓരോരുത്തരുടെയും കടുപ്പത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ പാൽ ചായ ആയതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് തേയില ചേർത്തത്. കട്ടൻ ചായ ആണെങ്കിൽ വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം മാത്രം തേയില ഇട്ടാൽ മതി. തേയില നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തേയില നന്നായിട്ട് തിളച്ച് അതിൻ്റെ കടുപ്പ് നല്ലപോലെ ഇറങ്ങിയ ശേഷം പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 2 കപ്പ് വെള്ളത്തിന് 1 കപ്പ് പാല്, അതാണ് ഞാൻ ചായ ഇടുന്ന കണക്ക്. അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. പാലും പഞ്ചസാരയും ഒക്കെ ചേർക്കുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ചിലരാണെങ്കിൽ 1 കപ്പ് വെള്ളത്തിന് 1 കപ്പ് പാല്, അങ്ങനെയായിരിക്കും ചായ ഇടുന്നത്. അതുപോലെ തന്നെ മധുരവും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പാലൊഴിച്ച ശേഷം ചായ നന്നായിട്ട് തിളപ്പിച്ച് കുറച്ച് സമയം ഒന്ന് തിളച്ച് വരുമ്പോഴാണ് ഈ ചായക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. നല്ല ഒരു ഉന്മേഷം കിട്ടുന്ന ഒരു ചായയാണിത്. ഒരിക്കൽ കുടിക്കുവാണെങ്കിൽ ഇടയ്ക്കൊക്കെ നമുക്ക് കുടിക്കാൻ തോന്നുന്ന ഒരു ടേസ്റ്റാണിതിന്. നന്നായിട്ട് തിളച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. എന്നിട്ട് ഈ ചായ 2-3 പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കണം. അപ്പോഴാണ് ഈ ചായക്ക് ടേസ്റ്റ് കൂടുന്നത്. നന്നായിട്ട് അടിച്ചെടുക്കണം. ചായക്കടയിലേക്കാണെങ്കിൽ നല്ല പോലെ അടിച്ചെടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലും നന്നായിട്ട് അടിച്ചെടുത്ത് ചായ കുടിക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ചായ കുടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ചായ കൂടി ഉണ്ടാക്കി കുടിച്ചു നോക്കണം. നല്ല ഒരു ഉന്മേഷം കിട്ടുന്ന ഒരു ചായ തന്നെയാണിത്. പിന്നെ നമ്മുടെ വയറിനും ഇഞ്ചിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഗ്യാസൊക്കെ മാറാനും ഒക്കെ നല്ലതാണിത്. ഇനി ഇത് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.